ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ് ബേസിക് സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വണ്ടേഴ്സ് ഓഫ് സ്കൈയുടെ ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് 2 പാർട്ടാക്കിയിട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ ആ പാർട്ടുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. താല്പര്യമുള്ള ആൾക്കാർക്ക് കണ്ടു നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഒബ്സർവ് ദ പിക്ചർ, ചെക്ക് ദ ഓർബിറ്റൽ പാത്ത് ഓഫ് ദ മൂൺ അറൗണ്ട് ദ എർത്ത് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. അപ്പോൾ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കി നോക്കൂ. അതിൽ എന്താ കാണിക്കുന്നത്? എർത്തിന് ചുറ്റും മൂണിൻ്റെ ഓർബിറ്റിൽ അല്ലെ, അതിൻ്റെ സഞ്ചാരപാതയിൽ വട്ടം കറങ്ങുന്നതിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെന്താ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്? ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഓഫ് ദ ലൂണാർ എക്ലിപ്സ്. ലൂണാർ എക്ലിപ്സ് അതായത് ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന പൊസിഷൻ എവിടെയാണ്? അതിൽ ബി ആണ് അല്ലേ. ദ പൊസിഷൻ ഓഫ് കംപ്ലീറ്റ് ലൂണാർ എക്ലിപ്സ്. ഇനി ചന്ദ്രഗ്രഹണം പൂർണ്ണമാകുന്ന ആ ഒരു പോയിന്റ് ഏതാണ്? സി ആണ് അല്ലേ. അതിൽ നോക്കി നോക്കൂ, ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിലാണ്. അത് കണ്ടോ, ഒരു റെഡ് ഹോട്ട് കളറിൽ ഇരിക്കുന്നുണ്ടോ? നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ സി എഴുതാം. ദെൻ തേർഡ് വൺ, ദ പൊസിഷൻ വേർ ദ ലൂണാർ എക്ലിപ്സ് എൻഡ്. ഇനി ലൂണാർ എക്ലിപ്സ് അവസാനിക്കുക എപ്പോഴാണ്? ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ നിന്നും പുറത്തു വരുമ്പോൾ. ആ പോയിന്റ് ഏതാണ്? ഡി ആണ്. അപ്പം നമുക്ക് ബി, സി, ഡി അങ്ങനെ ഉത്തരങ്ങൾ എഴുതാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതുപോലെ തന്നെ ഒരു പിക്ചർ കൊടുത്തിട്ട് അതിനനുസരിച്ച് മാച്ച് ദി ഫോളോയിങ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏതിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ മാച്ചിങ് ദ ബോക്സസ് അപ്രോപ്രിയറ്റ്ലി. അതായത് ഒരു ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെയുള്ള ആ ഒരു ടൈമിൻ്റെ ചന്ദ്രൻ്റെ പൊസിഷനുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഈ പിക്ചർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ചാപ്റ്ററിൽ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള മാച്ച് ദി ഫോളോയിങ് നോക്കൂ. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഡി പൊസിഷനിൽ നിൽക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗം മാത്രമാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ന്യൂ മൂൺ ആണ് അല്ലേ. കറുത്ത വാവാണ് അന്നത്തെ ദിവസം ഉണ്ടാവുക. ദെൻ അടുത്തത് നോക്കിയേ. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഈ പൊസിഷനിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ആ മുകളിലത്തെ പൊസിഷനാണ്. അവിടെ എങ്ങനെയുണ്ടാകുന്നത്? പകുതി ലൈറ്റുള്ള ഭാഗവും പകുതി ഡാർക്കായ ഭാഗവുമാണ് കാണുന്നത്. അങ്ങനെയുള്ള ചന്ദ്രനെ നമ്മൾ എന്ത് പറയും? ഹാഫ് മൂൺ, അർദ്ധചന്ദ്രൻ എന്ന് പറയും. ദെൻ അടുത്തത് നോക്കൂ. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ എഫിലെത്തുമ്പോഴോ കംപ്ലീറ്റ് ആയിട്ടും ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള തിളങ്ങുന്ന ഭാഗമാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ അതിന് എന്ത് പറയും? ഫുൾ മൂൺ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്യാം. അത് ഓക്കെ അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഇടാം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എ ഫുൾ മൂൺ ഈസ് ദ ഡേ വെൻ ദ പാർട്ട് ഓഫ് ദ മൂൺ ഓൺ വിച്ച് ദ സൺലൈറ്റ് ഫാൾസ് ഇസ് കംപ്ലീറ്റ്ലി വിസിബിൾ ഫ്രം ദ എർത്ത്. ഒരു ഫുൾ മൂൺ എന്ന് പറയണത് അല്ലെങ്കിൽ ഒരു വെളുത്തവാവ്, പൗർണമി എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ്? നമ്മൾക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പം സൂര്യൻ്റെ വെളിച്ചം വീഴുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന സമയത്തിനെയാണ്, ആ ദിവസത്തിനെയാണ് നമ്മൾ ഫുൾ മൂൺ എന്ന് പറയുക. അത് കറക്റ്റ് അല്ലേ? അതൊരു കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കവിടെ ടിക്ക് ഇടാം. ദെൻ ദ വാക്സിംഗ് ക്രസൻറ്റ് മൂൺ ഇസ് വിസിബിൾ ഓവർ ഹെഡ് അറ്റ് സൺസെറ്റ്. വാക്സിങ് ആൻഡ് വെയിനിങ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. വൃദ്ധിക്ഷയം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ വാക്സിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെയുള്ള സമയത്ത് ചന്ദ്രൻ്റെ വലിപ്പം അല്ലെങ്കിൽ ഇലൂമിനേറ്റഡ് പാർട്ടിൻ്റെ വലിപ്പം കൂടി വരുന്ന ദിവസങ്ങളെയാണ് നമ്മൾ വാക്സിംഗ് എന്ന് പറയുക. അപ്പോൾ ആ വാക്സിംഗ് ക്രസൻറ്റ് ആ സമയത്ത് കാണുന്ന ചന്ദ്രൻ്റെ ആ ഭാഗം, ചന്ദ്രക്കല പോലത്തെ ആ ഒരു ഷേപ്പിലുള്ള ഭാഗം നമ്മുടെ സൺസെറ്റിൻ്റെ സമയത്ത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഓവർ ഹെഡ് പൊസിഷനിൽ വരുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതെന്താണ്? അത് തെറ്റാണ്. അതെവിടെയാണ് ഉണ്ടാവുക? തെറ്റാണ്. വാക്സിംഗ് സമയത്ത്
ആ ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിലല്ല, പകരം പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റേൺ സ്കൈയിലാണ്. അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എവിടെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ ഉടനെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് വെസ്റ്റ് സൈഡിലുള്ള ആകാശത്ത്, പടിഞ്ഞാറൻ ആകാശത്താണ് നമുക്ക് കാണാൻ പറ്റുക, അല്ലാതെ നമ്മുടെ തലയ്ക്ക് മുകളിലല്ല. അപ്പോൾ അതെന്താണ്? രണ്ടാമത്തത് തെറ്റാണ്. ദെൻ മൂന്നാമത്തത്, ദ പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദ മൂൺ ആൻഡ് ദ പീരീഡ് ഡ്യൂറിങ് വാക്സിങ് വിൽ ബി വിസിബിൾ ആർ ദ സെയിം. അപ്പം നമുക്ക് ഒരു മൂണിൻ്റെ റെവല്യൂഷൻ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മൂണിന് ഭൂമിനെ ഒരു വട്ടം കറങ്ങി വരാൻ ആവശ്യമായിട്ടുള്ള സമയം നമ്മൾ പറഞ്ഞു 27 1/3 27 1/3 ഡേയ്സ് ആണ്. അത്രയും ദിവസം വേണം ചന്ദ്രന് ഭൂമിനെ ഒരു പ്രാവശ്യം ചുറ്റാൻ. ഇനി അതും അതുപോലെ വാക്സിങ് ടൈം ആ പീരീഡും, അതായത് വെളുത്തപക്ഷം എന്ന് വെച്ചാൽ ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെയുള്ള ആ ഒരു പീരീഡും അതും ഈക്വൽ ടൈമാണെന്നാണ് പറയുന്നത്. അത് ഈക്വൽ അല്ല. ഇത് 27 1/3 ആണെന്നുണ്ടെങ്കിൽ വാക്സിൻ ടൈം എന്ന് പറയുന്നത് 14 ഡേയ്സിനടുത്താണ് വരുന്നത്. അത് നമ്മൾ മറ്റേ കലണ്ടറിൻ്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ സെൻറ്റൻസും എന്താണ്? തെറ്റാണ്. ദെൻ അടുത്ത സെൻറ്റൻസ് നോക്കൂ. സോളാർ എക്ലിപ്സ് ഒക്യൂർസ് ഓൺലി ഓൺ ന്യൂ മൂൺ ഡേ. സോളാർ എക്ലിപ്സ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴും ന്യൂ മൂൺ ഡേയിലായിരിക്കും, കറുത്ത വാവ് ദിവസങ്ങളിലായിരിക്കും സോളാർ എക്ലിപ്സ് സംഭവിക്കുക എന്നാണ് പറയുന്നത്, സൂര്യഗ്രഹണം. അത് ശരിയാണ്. കാരണം സൂര്യഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണ്? സണ്ണിനും എർത്തിനും ഇടയിൽ ഒരു നേർരേഖയിൽ ആര് വരണം? മൂണ് വരണം, ചന്ദ്രൻ വരണം. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗം മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് അന്ന് എന്തായിരിക്കും? അന്ന് ന്യൂ മൂൺ ഡേ തന്നെ ആയിരിക്കും. അപ്പോൾ ആ സെൻറ്റൻസ് കറക്റ്റാണ്. സോളാർ എക്ലിപ്സ് സംഭവിക്കുന്ന ദിവസം എന്തായിരിക്കും? ഒരു ന്യൂ മൂൺ ഡേ ആയിരിക്കും, കറുത്ത വാവ് ദിവസമായിരിക്കും. ദെൻ അടുത്തത് നോക്കൂ. ലൂണാർ എക്ലിപ്സ് ഒക്യൂസ് ഓൺലി ഓൺ ഫുൾ മൂൺ ഡേ. ഇനി ചന്ദ്രഗ്രഹണം നടക്കുന്ന ദിവസം എപ്പോഴും ഒരു ഫുൾ മൂൺ ഡേ ആയിരിക്കും, അല്ലെങ്കിൽ വെളുത്ത വാവ് ദിവസം, പൗർണമി ദിവസമായിരിക്കും എന്നാണ് പറയണത്. അതും എന്ത് തന്നെയാണ്? കറക്റ്റാണ്. ഈ പറഞ്ഞതുപോലെ ഭൂമി എവിടെ വരണം? സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ലൂണാർ എക്ലിപ്സ് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പം ചന്ദ്രൻ്റെ ഏത് ഭാഗമായിരിക്കും കാണുന്നുണ്ടാവുക? ഫുൾ ലൈറ്റ് വരുന്ന ഭാഗമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫുൾ മൂൺ ഡേ ആയിരിക്കും. ഇനി അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ ഒരു സെൻറ്റൻസാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. ലൂണാർ എക്ലിപ്സ് ഒക്യൂസ് ഓൺ ഓൾ ഫുൾ മൂൺ ഡേയ്സ്. എല്ലാ ഫുൾ മൂൺ ഡേയ്സിലും ലൂണാർ എക്ലിപ്സ് സംഭവിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? അത് ശരിയല്ല. അതായത് ലൂണാർ എക്ലിപ്സ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ദിവസമായിരിക്കും? ഫുൾ മൂൺ ഡേ ആയിരിക്കും. എന്ന് വെച്ച് എല്ലാ ഫുൾ മൂൺ ഡേയിലും എന്ത് സംഭവിക്കില്ല? ലൂണാർ എക്ലിപ്സ് സംഭവിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭൂമിയെ ചന്ദ്രൻ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർബിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സഞ്ചാരപാതയുണ്ട്. അപ്പോൾ ഭൂമി ഓൾറെഡി സ്ട്രെയിറ്റ് ആയിട്ടല്ല, കുറച്ച് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് നമുക്കറിയാം. അതേപോലെ ചന്ദ്രൻ്റെ അത് റെവല്യൂഷൻ ചെയ്യുന്ന ആ ഒരു പാത്തിനും ഓർബിറ്റിനും ചെറിയ ഡിഫറൻസ് ഉണ്ട്, ചെരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് നേർരേഖയിൽ വളരെ അപൂർവമായിട്ടേ വരുള്ളൂ. അതുകൊണ്ടാണ് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണമൊന്നും എപ്പോഴും അല്ലെങ്കിൽ എല്ലാ മാസവും അങ്ങനെയൊന്നും ഉണ്ടാവാത്തത്. അപ്പം അതുകൊണ്ട് ആ സെൻറ്റൻസ് തെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് പഠിച്ചത്? ഷാഡോനെ കുറിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ലൂണാർ എക്ലിപ്സ് പറഞ്ഞു, സോളാർ എക്ലിപ്സ് പറഞ്ഞു. അതിൻ്റെ പിക്ചറുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? പ്രത്യേകിച്ച് നോക്കി വെക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ന്യൂ മൂണും ഫുൾ മൂണും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാകുമ്പോൾ ഉള്ള ചന്ദ്രൻ്റെയും ഭൂമിയുടെയൊക്കെ പൊസിഷനുകളും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ വാക്സിങ് ആൻഡ് വെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അത് ഒരു കമൻറ്റ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.